മിടുക്കൻ. എനിക്ക് വേണമെങ്കിൽ നിങ്ങളെ മുമ്പേ തന്നെ കൊല്ലാമായിരുന്നു. പക്ഷെ ഞാൻ അതിന് മുതിരായിരുന്നത് എന്റെ ലക്ഷ്യം ആർക്കെ മാത്രമായിരുന്നു. ഇനി നിങ്ങൾ ജീവിച്ചിരുന്നാൽ എനിക്കാണത് അപകടം. ആണത്തമുണ്ടെങ്കിൽ നീ ഈ കളിയിൽ ജയിക്കും. വെക്കടാ വെടി. ഞാൻ അന്വേഷിക്കുന്ന ശത്രു എനിക്കൊപ്പമുണ്ടെന്ന് സംശയം തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു നാടകം കളിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്തിനും ഏതിനും മേലെ ഒരു കണ്ണുണ്ടെന്ന്, ദൈവത്തിന്റെ കണ്ണ്. കേസിന്റെ അന്വേഷണം വഴിവിട്ടു പോകുന്നു കണ്ടപ്പോൾ തന്നെ ഉള്ളിൽ തോന്നി തുടങ്ങിയതാണ് ചില സംശയങ്ങൾ. പക്ഷെ വ്യക്തമായ തെളിവുകളും സാഹചര്യങ്ങളും ഇല്ലാതെ വലയിൽ കുരുങ്ങിയ കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ ഇനിയും ഹാജരാക്കിയാൽ ഒരുപക്ഷെ മുൻകാല സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് രക്ഷപ്പെടാനുള്ള സാധ്യത ഏറെയായിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു ഇങ്ങനൊരു അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരുന്നത്. ഒഫീഷ്യൽ മീറ്റിംഗ് ആണെന്ന് കളവ് പറഞ്ഞ് ഞാൻ നേരെ പോയത് നിങ്ങളുടെ 3 പേരുടെയും വീട്ടിലേക്കായിരുന്നു. കുടുംബ ബന്ധങ്ങൾക്കിടയിൽ സ്നേഹത്തിന്റെ കഥ കേട്ടപ്പോഴും നിങ്ങൾ ഒരിക്കലും എനിക്ക് സംശയം തോന്നിയില്ല. പക്ഷെ നിന്റെ വീട്ടിൽ നിന്ന് തിരിച്ചു പോരാൻ നേരത്താണ് ചില സംശയങ്ങൾ എന്നിൽ മുളപ്പൊട്ടാൻ തുടങ്ങിയത്. നിന്റെ ഭൂതകാലത്തെ കുറിച്ച് പറയാൻ അമ്മ വല്ലാതെ ഭയപ്പെടുന്നത് ഞാൻ കണ്ടു. കൃഷ്ണകുമാറിനെയും ജസ്റ്റിസിനെയും കൊന്നത് ഒരാൾ തന്നെയാണെങ്കിൽ അയാൾ തന്നെ ആർക്കെയെ കൊല്ലാൻ വരുമെന്ന് ഞാൻ ഊഹിച്ചു. പറയടാ, നിന്റെ നാവിൽ നിന്ന് തന്നെ എനിക്കത് കേൾക്കണം. കൃഷ്ണകുമാറിനെ കൊന്ന നീയല്ലേ? അതെ, ഞാൻ തന്നെയാണ്. കൃഷ്ണകുമാറിനെ മാത്രമല്ല, ജസ്റ്റിസ് രാഘവനെ കൊന്ന ഞാനാ. എന്റെ കാത്തിരിപ്പിനൊടുവിൽ വീണ് കിട്ടിയ ഒരു സന്ദർഭം പോലെയായിരുന്നു ഇന്റർസോൺ കലോത്സവത്തിൽ മുൻ മന്ത്രി കൃഷ്ണകുമാർ യാദൃശ്ചികമായി എത്തിയത്. അന്ന് നടക്കേണ്ടിയിരുന്ന ഞങ്ങളുടെ പ്രോഗ്രാം മാറ്റിവെച്ചെന്നുള്ള നിസ്സാര കാര്യത്തിന് ഞങ്ങളെക്കാളേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മാധവനായിരുന്നു താല്പര്യം. ഇതിനു പിന്നിൽ ആസൂത്രിതമായ ഒരു നീക്കമുണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് മാധവനെ മുൻനിർത്തി ഒരു കളി കളിക്കാൻ ഞാൻ തീരുമാനിച്ചു. കറണ്ട് പോയ നേരത്ത് കൃഷ്ണകുമാറിനെ കൊലപ്പെടുത്തിയത് ഞാനായിരുന്നു. എന്റെ സുഹൃത്തുക്കൾ പോലും അറിയാതെ ഞാനത് ചെയ്തു. പിന്നെ എൻ്റെ അടുത്ത ലക്ഷ്യം ജസ്റ്റിസ് രാഘവ മേനോനായിരുന്നു. പോലീസിനെ വെട്ടിച്ച് ഞങ്ങൾ അന്ന് നേരെ പോയത് ജസ്റ്റിസിന്റെ വീട്ടിലേക്കായിരുന്നു. നമ്മൾ 3 പേരും ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ ജഡ്ജി ചിലപ്പോൾ ബഹളം വെച്ചാലോ. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിൽക്കുക. ഞാൻ എങ്ങനെയും പോയി കാര്യങ്ങൾ ധരിപ്പിച്ച് നിങ്ങളെ വിളിക്കാം. അതിനിടയിൽ പോലീസ് എങ്ങാനും വന്നാൽ മാറി നിൽക്കണം. സംഗതി ആകെ പ്രശ്നം. നമുക്ക് വേഗം രക്ഷപ്പെടാം. ജഡ്ജി ആരോ കൊലപ്പെടുത്തിയിട്ടിരിക്കുന്നു. പറയൂ, എന്തിനു വേണ്ടി നീ അത് ചെയ്തേ? എന്റെ ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ ഒരു ആക്സിഡന്റിൽ പെട്ട് മരിച്ചു. അച്ഛന്റെ മരണം ശരിക്കും പറഞ്ഞ കുടുംബത്തെ മൊത്തം തളർത്തി കളഞ്ഞു. എങ്കിലും ഞങ്ങൾ പിടിച്ചു നിന്നു. പക്ഷെ വിധി ഞങ്ങളെ നിഴല് പോലെ തന്നെ പിന്തുടർന്നു. 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ സമയത്തായിരുന്നു ഒരു ടൈഫോയിഡ് വന്ന് എന്നെ ഹോസ്പിറ്റലൈസ് ചെയ്തത്. മരിക്കുമെന്നാണ് ഡോക്ടർമാർ വിധി എഴുതിയത്. ഭാഗ്യമോ നിർഭാഗ്യമോ എന്നറിയില്ല, ഞാൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ എൻ്റെ 2 കണ്ണുകളുടെയും കാഴ്ച നഷ്ടപ്പെട്ടു. പിന്നീട് പല ചികിത്സകളും നടത്തിയെങ്കിലും ഒരു അന്ധനായി ജീവിക്കാനായിരുന്നു എൻ്റെ വിധി. സാമ്പത്തികമായി ഞങ്ങൾ ഒരുപാട് തകർന്ന സമയം. പാടാൻ കഴിവുണ്ടായിരുന്ന എന്നെ സംഗീതം പഠിപ്പിച്ചിരുന്ന മാസ്റ്റർ തന്നെ ഒരു ഗാനമേള ട്രൂപ്പിൽ ചേർത്തു. അതോടുകൂടി ഞാൻ പല സ്ഥലങ്ങളിലും അവർക്കൊപ്പം പാടാൻ പോകാൻ തുടങ്ങി. അങ്ങനെ ഒരു സ്വാതന്ത്ര്യ ദിനത്തിന് വിയ്യൂർ സെൻട്രൽ ജയിലിലായിരുന്നു പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു പോകാൻ നേരത്താണ് എന്നെ കാണണമെന്ന് പറഞ്ഞ് ശിവൻകുട്ടി എന്നൊരാൾക്ക് ആത്മീയമുണ്ടെന്ന് വാർഡൻ പറഞ്ഞത്.
5 മിനിറ്റ് അനുവദിച്ചിട്ടുള്ളൂ. ഞാൻ ശിവൻകുട്ടി ചെയ്യാത്ത തെറ്റിന് വിശ്വസിച്ചവർ തന്നെ ചതിച്ചുകൊണ്ട് ഒരിക്കൽ തന്നെ ശിക്ഷ അനുഭവിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എന്നെ തൂക്കിലേറ്റും. മരണത്തിന് കീഴടങ്ങും മുമ്പ് ഒരു നല്ല കാര്യം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മരണശേഷം എന്റെ കണ്ണുകൾ ഞാൻ നിനക്ക് തരട്ടെ. എനിക്കെന്താ പറയണ്ടേന്നറിയില്ല. കാരണം നിങ്ങളുടെ ജീവനേക്കാൾ വലുതൊന്നല്ല എൻ്റെ കാഴ്ച. പക്ഷേ അറിയാം, ഒരു കാലത്ത് ലോകം മുഴുവൻ നോക്കി കാണുകയും പിന്നൊരു സുപ്രഭാതത്തിൽ കാഴ്ച നഷ്ടപ്പെടുമ്പോഴും ഉണ്ടാകുന്ന വേദന അതെനിക്ക് മനസ്സിലാവും. ഞാനൊരു ഉപകാരം ചെയ്യുന്നതിന് പകരം രാജീവ് എനിക്ക് എന്ത് തരും?